വിശുദ്ധനായ ഇഗ്നാത്യോസ് നോനോയുടെ ഓർമ്മയെ കൊണ്ടാടുന്നതായ ഒരു ദിനം കൂടിയാണല്ലോ. ആ വിശുദ്ധന്റെ വിശുദ്ധതകൾ ഈ ഇടവകയെ മാത്രമല്ല പരിശുദ്ധ സഭയാകമാനം ഏറെ പ്രതീക്ഷകളിലൂടെ വഴി നടത്തുന്നതായ ഒരനുഭവം. അതുകൊണ്ടാണ് ഏറെ പ്രതീക്ഷകൾ നൽകുന്നതായ ഒരനുഭവത്തിലൂടെ നടന്നു നീങ്ങുന്നത് കൊണ്ടാണ് കാലാകാലങ്ങളിൽ വിശുദ്ധരുടെ ഓർമ്മ ഇടവതലങ്ങളിലും സഭാതലങ്ങളിലുമൊക്കെ ആചരിക്കുകയും അത് കൊണ്ടാടുകയും ചെയ്യുന്നത്. അപ്പോൾ ഇഗ്നാത്യോസ് നോനോ എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിന്റെ വിശുദ്ധൻ മാത്രമായിരുന്നില്ല, മറിച്ച് ഇന്നും ഈ പരിശുദ്ധ സഭയെ ആത്മീയതയിൽ നയിക്കുന്ന ഒരു ജനിക്കുന്ന ദൈവമായിട്ട് ആ വിശുദ്ധൻ ഇന്ന് സഭയുടെ സഭാമക്കളിൽ സഭാവിശ്വാസത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. അപ്രകാരം നിറഞ്ഞു നിൽക്കുവാനുള്ളതായ കാരണം എന്ന് പറയുന്നത് ആ വിശുദ്ധന്റെ ജീവിതത്തിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളതായ വലിയ മാനങ്ങളാണ്. ആ വിശുദ്ധന്റെ ജീവിതത്തിലൂടെ ക്രിസ്തുവിനോടുള്ളതായ ആ സമർപ്പണവും സഭയോടുള്ളതായ അനുസരണവും വേദനയിലൂടെ കടന്നുപോയതിന്റെ വലിയ പ്രത്യാശയും ഈ മൂന്ന് ആത്മീയ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ സാക്ഷാത്കരിക്കുമ്പോഴാണ് ഈ വിശുദ്ധന്റെ ജീവിതം നമ്മുടെ ഉള്ളിലൊക്കെ വീണ്ടും പുനരാവിഷ്കരിക്കപ്പെടുവാനായിട്ട് ഇടയായി മാറുന്നു. ഈ കുർബാനയിലൂടെ, പെരുന്നാൾ കുർബാനയിലൂടെ വിശുദ്ധനായ ഇഗ്നാത്യോസ് നോനോയുടെ പ്രാർത്ഥനകളാൽ ദൈവം നമ്മുടെ വിശ്വാസത്തിന്റെ ആ വലിയ അനുഭവത്തെ ദൃഢമാക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അതിലൂടെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും സഭ അഭിവൃദ്ധിപ്പെടുകയും സഭാമക്കൾ ഏറെ തീക്ഷ്ണതയുള്ളവരായി കാണപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നു. ആ വിശുദ്ധന്റെ ജീവിതം രക്ഷയുടെ വഴിയായി അവിടെ മാറി തുറക്കപ്പെടുന്നതായ ഒരു അനുഭവം ഉണ്ടാകും. വിശുദ്ധതകളുടെ ഏറ്റവും കൂടുതലായ ആഴത്തെ സ്പർശിച്ച ഒരു വിശുദ്ധനായിരുന്നു വിശുദ്ധനായ ഇഗ്നാത്യോസ് നോനോ. വേദനയെ രക്ഷയുടെ വഴിയായി സ്വീകരിച്ച് അത് ആത്മീയതയിലേക്ക് പരിവർത്തിച്ചതായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ഇഗ്നാത്യോസ് നോനോ. ഇഗ്നാത്യോസിന്റെ ജീവിത ചരിത്രങ്ങൾ സഭാമക്കൾ എന്ന നിലയിൽ നാം പഠിക്കേണ്ടവരും പഠിച്ചിട്ടുള്ളവർക്ക് അതിന്റെ ആത്മീയതയുടെ തീക്ഷ്ണത എത്രമാത്രം വലുതാണെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണമുള്ളതായ ഉൾക്കാഴ്ച നമുക്ക് ലഭിച്ചിട്ടുള്ളവരുമാണ്. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കുചേരുമ്പോൾ പുനരുദ്ധാനത്തിന്റെ മഹത്വത്തിലേക്കാണ് മനുഷ്യൻ എത്തുന്നതെന്ന സത്യം അദ്ദേഹം തന്റെ ജീവിതത്തിലൂടെ സാക്ഷ്യമായി സഭാമക്കളോട് പ്രതിപാദിക്കുകയാണ് ഉണ്ടായത്. ആ സാക്ഷ്യമാണ്, ആ സാക്ഷ്യത്തിന്റെ വലിയ അനുഭവത്തിലാണ് പുനരുദ്ധാനത്തിന്റെ മഹത്വം തന്റെ സഭയിലൂടെ, സഭാമക്കളിലൂടെ, വിശുദ്ധരുടെ ജീവിതത്തിലൂടെ സഭയിൽ എന്നും വിളമ്പിക്കൊടുക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായി മാറണമെന്ന് ആ വിശുദ്ധൻ തന്റെ വിശുദ്ധമായ ജീവിതത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്.